ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബോൺ അപ്പറ്റേറ്റ് യുവർ മജസ്റ്റി എന്ന് പറയുന്ന കെ ഡ്രാമയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ രാജാവ് ഹീറോയിന്റെ മുഖത്ത് കൈവച്ച് പിടിച്ച് അവളെ റൊമാൻറ്റിക് ആയിട്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാലും മുറപ്പെണ്ണിന് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഒറ്റ തട്ടാണ് കൈ. രാജാവെ നമുക്ക് അകത്ത് പോവാന്ന് പറഞ്ഞിട്ട്. ഈ മുറപ്പെണ്ണെന്ന് വെച്ചാൽ അവിടുത്തെ രാജകുമാരിയാണ് കേട്ടോ. രാജാവിനെയും വിളിച്ച് അവൾ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ ഹീറോയിൻ വിളിച്ചിട്ട് പറയും, ഞങ്ങൾ എവിടെയാണ് കൊണ്ടുപോകുന്നത്, അതൊന്ന് പറയോ, എനിക്ക് പേടിയാവുന്നുണ്ടെന്ന്. അത് നീ താമസിക്കാതെ അറിയുമെന്നും പറഞ്ഞ് ഹീറോയിന്റെ തലയിൽ ഒരു ചാക്ക് എടുത്തിടും. പുറം കാണാൻ പറ്റത്തില്ല. ഇപ്പൊ നിന്റെ പേടി മാറിയില്ല എന്ന് രാജാവ് ചോദിക്കും. ഓ, എന്റെ പേടി മാറി. ഇവരുടെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊരു വണ്ടി കയറ്റി നേരെ ഒരു കൂട്ടിൽ കൊണ്ടു ചെല്ലും. പിന്നീട് രാജാവ് വന്ന് കുറച്ച് ആൾക്കാരെ കാണും. അതായത് പണ്ടത്തെ ഡോക്ടേഴ്സ് ആണ്. നെഞ്ചത്തൊരു അമ്പ് കൊണ്ടിരിപ്പില്ലേ, അതെടുക്കാനായിട്ട് അവരത് എടുത്തു കൊടുക്കും. ആ അമ്പെടുത്ത് ഒരു തുണിയിൽ വെക്കുന്നുണ്ട്. എന്നാൽ ആ തുണിയിൽ വെച്ച സാധനം, അതായത് അമ്പ്, ആരും അറിയാതെ ആ മുറപ്പെണ്ണ് അടിച്ചു മാറ്റും. അവൾക്ക് എന്തൊക്കെയോ പണിയുണ്ട്. പിന്നെ മുറപ്പെണ്ണ് ആ ഡോക്ടേഴ്സിനോട് പോണേന് മുമ്പ് പറയുന്നുണ്ട്, അതായത് രാജാവിന് ആക്രമണം നടന്ന കാര്യം ആരോടും പറയാൻ പാടില്ല എന്ന്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുമായിരിക്കും. ഇത് രാജാവ് കേൾക്കുന്നുണ്ട്. രാജാവ് അറിഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ രാജാവ് രക്ഷപ്പെടാൻ കാരണം ഹീറോയിനാണ്. അതായത് രാജാവ് ആക്രമിച്ച് നെഞ്ചത്ത് അമ്പ് കൊണ്ട് കിടന്നപ്പോൾ ഹീറോയിൻ ഒരു ഓയിൻമെന്റ് പുരട്ടി കൊടുത്തായിരുന്നു. ആ ഓയിൻമെന്റ് കാരണമാണ് ബ്ലീഡിങ് നിന്നത്. അത് എന്ത് ഓയിൻമെന്റ് ആണെന്നൊന്നും അറിയാൻ പാടില്ല. അത് ഫ്യൂച്ചറിലെ ഓയിൻമെന്റ് ആണ്. അത് ഈ വൈദ്യന്മാര് രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് ഹീറോയിൻ രാജാവിനെ കൊല്ലാൻ നോക്കിയതല്ല, രക്ഷിക്കാനാണ് നോക്കിയതെന്ന്. രാജാവിന് ഹീറോയിനോട് ഇഷ്ടം കൂടി വരികയാണ്. മുറപ്പെണ്ണിന് ഇത് മനസ്സിലാവുന്നുണ്ട്. അവൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്, അവൾ ആരാ, അവളെ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ രാജാവിനോട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അടുത്ത് വന്ന് ചോദിക്കും. എന്നാൽ രാജാവ് ഒരു വക മിണ്ടുന്നില്ല. അതൊക്കെ നീ വഴിയേ അറിയുമെന്ന് പറയും. ഈ സമയം നമ്മുടെ ഹീറോയിനും കൂട്ടുകാരിയും അവിടെ ഒരു കൂട്ടിൽ കിടപ്പുണ്ട് കേട്ടോ. അവള് 3 സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്യേണ്ടവളാണ്. ഇപ്പൊ അവൾ എവിടെയാണ് കിടക്കുന്നത്, പഴയ ഏതോ കാലത്തില് ഒരു കൂട്ടില്. അടുത്ത സീനില് രാജകുമാരി, അതായത് മുറപ്പെണ്ണ് പുറത്തോട്ട് ഇറങ്ങി വരും. അവൾക്ക് നല്ല ടെൻഷനുണ്ട് രാജാവിനെ നഷ്ടപ്പെട്ടു പോകുമെന്ന്. പോകുന്ന സമയത്ത് തന്നെ അടിയാളിന്റെ അടുത്ത്, അതായത് അവളുടെ കൂടെ നടക്കുന്ന പെണ്ണുങ്ങളാണ്, അതിലൊരു പെണ്ണിനെ വിളിച്ചിട്ട് രാജാവിന്റെ അടിച്ചു മാറ്റിയ ആമ്പും വില്ലില്ലേ, ആ രക്തം പുരണ്ടത്, അത് ഗ്രാൻഡ് പ്രിൻസിന് കൊണ്ട് കൊടുക്കാൻ പറയും, ഒരു കർച്ചീഫിൽ പൊതിഞ്ഞിട്ട്. പിന്നെ ഈ പെണ്ണിന് അറിയത്തില്ല അത് അമ്പ് ആണെന്നുള്ള കാര്യം. രാജകുമാരിക്ക് അറിയാം, എന്നാൽ ഈ അടിയാളിന് അറിയത്തില്ല. ഇതിനെപ്പറ്റിയൊക്കെ അറിയണമെങ്കിൽ മിനിസ്റ്ററിന്റെ മോന്റെ അടുത്ത് ചോദിച്ചാൽ മതിയെന്ന് ആ അടിയാള് പറയും. മിനിസ്റ്ററിന്റെ മോൻ എല്ലാത്തിനും കൂടെ ഇല്ലായിരുന്നു. ഈ മിനിസ്റ്ററിന്റെ മോൻ എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയാണ്, അതായത് നമ്മുടെ രാജാവിന്റെ സെക്രട്ടറിയാണ്. നമുക്ക് സെക്രട്ടറി എന്ന് പേര് മാറ്റിയാലോ. പിന്നെ നമ്മളെ കാണിക്കുന്നത് അവിടുത്തെ രാജകൊട്ടാരത്തിലെ അടുക്കളയാണ്. അവിടെ തന്നെ കുറെ കുക്കുകളുണ്ട്. കുറെ എന്ന് വെച്ചാൽ 100 കണക്കിന് കുക്കുണ്ട്. ഒരു രാജാവിന് ഭക്ഷണം വേവിക്കാൻ കുറെ അധികം ആൾക്കാർ. അതിൽ മെയിൻ ആയിട്ട് ഒരു ഷെഫ് ഉണ്ട്. ആ ഷെഫാണ് അടുത്തതായിട്ട് ചീഫ് ഷെഫായിട്ട് വരാൻ പോകുന്നത്, അതായത് കുക്കുകളുടെ ഏറ്റവും മണ്ടയിൽ വരാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഒരു ചീഫ് ഷെഫ് ഉണ്ടായിരുന്നു. അയാൾ മരിച്ചു പോയതിനു ശേഷം ഒരാളെ കൊണ്ടുവരണമല്ലോ, അതുകൊണ്ട് ഇയാളാണ് വരാൻ പോകുന്നത്. പിന്നെ ഈ ഷെഫിന്റെ ഇടയിൽ തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതായത് അവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുണ്ട്. അടുത്തത് ഞാനാണ് ഷെഫ്, നീ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ അടുക്കളയിലോട്ട് തന്നെ മറ്റേ അടിയാൾക്കാരും വരും, അതായത് രാജകുമാരിയുടെ അടിയാൾക്കാർ. അവിടെ വന്നിട്ട് രാജകുമാരിക്ക് ഇന്ന് രാത്രി കുടിക്കാനായിട്ട് ചായ വേണമെന്ന് പറയും. പിന്നെ ഈ ചീഫ് ഷെഫ് ആവാൻ പോകുന്ന ആളില്ലേ, അയാൾക്ക് അതിനകത്തൊരു അടിയാളിനോട് ക്രഷ് ഉണ്ട്. അത് ആ പെരുമാറ്റത്തിൽ മനസ്സിലാവുന്നുണ്ട്. പിന്നെ വേറൊരു അടിയാൾ എന്തോ കണ്ട് പിണങ്ങിപ്പോവും. ഇനി ചിലപ്പോൾ ആ ചീഫ് ഷെഫിനെ അവർക്കും ഇഷ്ടമായിരിക്കാം, എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. കട്ട് ചെയ്താൽ രാജാവിന്റെ മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശിക്ക് ആകെ ദേഷ്യം, അതായത് എവിടെന്നോ കിട്ടിയ ഒരു പെണ്ണിനെയാണ് രാജകൊട്ടാരത്തിലോട്ട് കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് നല്ല ദേഷ്യമുണ്ട്. കട്ട് ചെയ്താൽ രാജകുമാരിയാണ് കാണിക്കുന്നത്. രാജകുമാരിയെ കാണാനായിട്ട് മിനിസ്റ്ററിന്റെ മോനായിട്ടുള്ള സെക്രട്ടറി വരും. സെക്രട്ടറിയെ രാജകുമാരി വിളിപ്പിച്ചതാണ്. എന്തുകൊണ്ടാണ് രാജാവ് ഹീറോയിൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അറിയാനായിട്ട്. എന്നാലും സെക്രട്ടറിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല എന്തിനാണ് ഹീറോയിൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. രാജാവ് എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന്. അതുപോലെ ഈ രാജകുമാരിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഗവർണറിന്റെ ഫാമിലി നശിച്ചു പോകണമെന്ന്. എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയെ കൊണ്ടുവരാത്തതെന്ന് ചോദിക്കും. ഈ കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ അവരുടെ ബാക്കിയുള്ള ഫാമിലി ഗവർണറിനെ അറസ്റ്റ് ചെയ്തില്ലേ, അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിനെ അടിമകളാക്കി മാറ്റി, ഗവൺമെന്റിന്റെ അടിമകളാക്കി മാറ്റി. പിന്നെ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് സ്വർണവും വളയും മാലയൊക്കെ എടുത്തു കൊടുക്കും. എന്നാൽ ഈ രാജകുമാരിക്ക് ഇതൊന്നും പോരാ, ഇനിയില്ലേന്ന് ചോദിക്കും. എന്നാൽ സെക്രട്ടറിക്ക് ദേഷ്യം വരും. എന്നാൽ പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഇതൊരു രാജകുമാരിയാണ്. രാജകുമാരിയും കണ്ട് പുറത്തിറങ്ങി വരുമ്പോൾ അവിടെ തന്നെ മിനിസ്റ്റർ ഉണ്ട്, അച്ഛനാണ് കേട്ടോ. അച്ഛനോട് എത്ര നാൾ നമ്മൾ അടിമയായിട്ട് ഇവിടെ കിടക്കുമെന്ന് ചോദിക്കും. ഇവർക്ക് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്, പക്ഷെ ഇവിടെ വെച്ച് അത് സംസാരിക്കാൻ പറ്റത്തില്ല. അത് രാജകൊട്ടാരമല്ലേ, ഇവരെ ചതിക്കണമെങ്കിൽ രാജകൊട്ടാരത്തിൽ വെച്ച് എന്തായാലും അത് നടക്കത്തില്ല. ഇനി രാജാവിനെ ചതിക്കാനാണോ പ്ലാൻ എന്നും അറിയാൻ പാടില്ല. രാത്രിയാകുമ്പോൾ ഹീറോയിനും കൂട്ടുകാരും കിടക്കുന്ന കൂട്ടിലോട്ട് ഒരാൾ വരും, ഒരു മുഖം മൂടിയിട്ട ആള്. അവിടുത്തെ ഭടന്മാരെ എല്ലാരെയും അടിച്ചിട്ട് കഴിഞ്ഞ് എന്നിട്ട് ഹീറോയിനോടും കൂട്ടുകാരിയോടും ഒരക്ഷരം മിണ്ടല്ലെന്ന് പറയും. ശബ്ദം ഉണ്ടാക്കി ഇനി ഭടന്മാര് വരത്തില്ലേ, എന്നെ ഫോളോ ചെയ്ത് വാന്നും പറഞ്ഞ് ഹീറോയിനെയും കൂട്ടുകാരിയും വിളിച്ചോണ്ട് എങ്ങനെയൊക്കെ ആ കൊട്ടാരം ചാടിപ്പോവും, ആരും കാണാതെ. ഇതെന്ന് വെച്ചാൽ ഭയങ്കര സ്കില്ലുള്ള ആളാണ്. ചാടാനും മറിയാനും തലകുത്തി മറിയാനൊക്കെ അറിയാം. അവനെ ഫോളോ ചെയ്ത് ഹീറോയിനും കൂട്ടുകാരിയും ഓടിപ്പോവും പാലസിന്റെ പുറത്തോട്ട്. എന്നാൽ അവന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അത് നല്ല സ്പീഡിൽ ഓടുന്ന ആളാണ്. അവസാനം ആ മുഖം മൂടി വെച്ച ആള് ഹീറോയിനെയും കൂട്ടുകാരിയും ഒരു സ്ഥലത്ത് കൊണ്ടുവരാണ്. അവിടെ കുറെ ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. അവിടെ എന്തോ ഉത്സവം കണ്ട
നടക്കുകയാണ്. പിന്നെ കുറച്ചു നേരം ഡാൻസ് ആണ്. ഹീറോയിനും കൂട്ടുകാരിക്കും ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ മുഖംമൂടി വെച്ച് കുറെ ആൾക്കാരുണ്ട്. അതിൽ ഒരാളുടെ മുഖംമൂടി എടുത്ത് മാറ്റും. അത് വേറെ ആരുമല്ല, രാജാവാണ്. ഇത് കണ്ട് ഹീറോയിനും കൂട്ടുകാരിയും ഞെട്ടും. ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ട് ലാസ്റ്റ് രാജാവിന്റെ അടുത്ത് തന്നെ എത്തി. രാജാവ് തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഇവരിങ്ങോട്ട് കൊണ്ടുവന്നത്. രാജാവിന് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു സർപ്രൈസ് കൊടുത്തതാണ്. എന്നാൽ ഹീറോയിനും കൂട്ടുകാരിയും വിചാരിച്ച് ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാന്ന്. പിന്നെ ഇപ്പൊ അവരെ വിളിച്ചോണ്ട് വന്നില്ല ഒരു മുഖംമൂടി വെച്ച ആള്. അയാളെ കാണിച്ചു കൊടുക്കും. അയാളെ നമുക്ക് മുടിയൻ എന്ന് വിളിക്കാം. മുടിയന്റെ മുഖംമൂടി അഴിച്ചു മാറ്റുമ്പോൾ മുടിയനെ കണ്ട് കൂട്ടുകാരിക്ക് ക്രഷ് അടിക്കും. അവള് സ്റ്റണ്ണായിട്ട് അങ്ങനെ നിന്നു പോകും. പിന്നെ ഇവിടെ ഡാൻസും കുത്തിമറിയലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം ചെയ്തത് മുടിയനല്ലേ. അതുകൊണ്ട് തന്നെ മുടിയന് ഒരു കെട്ട് സ്വർണ്ണ നാണയം എടുത്ത് ആകാശത്തോട്ട് എറിയും. അവൻ ചാടിക്കറങ്ങി അതിനെ പിടിക്കും. ഇതൂടെ കാണുമ്പോൾ കൂട്ടുകാരി വീണ്ടും ക്രഷ് അടിച്ച് അവിടെ ഇരുന്നു പോകും. ഹീറോയിന് മനസ്സിലാവത്തില്ല ഇവൾ എന്താണ് ഈ കാണിക്കുന്നത്. ഇത്രയും നേരം ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു, ഇപ്പൊ എന്തോ പറ്റിയെന്ന്. ഈ സ്വർണ്ണ നാണയം വാങ്ങിച്ചുകൊണ്ട് മുടിയൻ പുറത്തു വരും. ആ സ്വർണ്ണ നാണയത്തിൽ ഒരു പേപ്പറിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അതായത് രാജാവിനെ ആരോ ആക്രമിക്കാൻ ശ്രമിച്ചു, അയാളെ കണ്ടുപിടിക്കണം. പക്ഷേ ഈ അന്വേഷിക്കുന്ന കാര്യം ആരും അറിയാൻ പാടില്ല. മുടിയനെ വെച്ച് ആരാണ് രാജാവിനെ അമ്പുമ്പിലും അയച്ച് കൊല്ലാൻ ശ്രമിച്ചതെന്ന് അന്വേഷിക്കാനാണ് രാജാവ് പേപ്പറിൽ എഴുതി അതിനകത്ത് വെച്ചിരുന്നത്. അത് മുടിയൻ കാണുന്നുണ്ട്. മുടിയൻ എന്തായാലും അന്വേഷിക്കും. രാജാവിന്റെ ഒരു വിശ്വസ്തനാണ് ഈ മുടിയൻ. പിന്നീട് ഹീറോയിൻ രാജാവിനോട് വന്ന് സംസാരിക്കും. ഒരു റെസ്പെക്ട് കൊടുക്കാതെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. എന്നാൽ രാജാവിന് ഇത് ഇഷ്ടപ്പെടത്തില്ല. രാജാവിന്റെ ഭടന്മാരോട് എല്ലാരോടും കൂടെ കമ്പി ചൂടാക്കാൻ പറയാണ്, ഇവരുടെ ദേഹത്ത് പതിപ്പിക്കാനായിട്ട്. ഹീറോയിനും കൂട്ടുകാരിക്കും എന്ത് ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ട് പേടിച്ചവിടെ നിൽക്കാണ്. ആദ്യം തന്നെ കൂട്ടുകാരിയെ പിടിച്ചോണ്ട് പോവാണ് ദേഹത്ത് കമ്പി പതിപ്പിക്കാനായിട്ട്. ചൂടാക്കിയിട്ട് കമ്പി പതിപ്പിക്കത്തില്ലേ, കൂട്ടുകാരിയെ കമ്പി പതിപ്പിക്കുമെന്ന് മനസ്സിലാക്കി ഹീറോയിൻ രാജാവിന്റെ കാൽക്കീഴിൽ വീഴും. ഇനി നിങ്ങൾ പറയുന്നത് റെസ്പെക്റ്റോടെ കേട്ട് നിങ്ങൾക്ക് റെസ്പെക്ട് തന്ന് ജീവിച്ചോളാന്ന്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരിയെ വെറുതെ വിടും. ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴായിരിക്കും രാജകുമാരി അങ്ങോട്ട് വരുന്നത്, അതായത് മുറപ്പെണ്ണ്. അവൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതായത് അവൾ ഒരു വിവരം അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. രാജാവ് ബാക്കിയുള്ള 2 സ്ത്രീകളെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന് അറിഞ്ഞിട്ട്. എന്നാൽ രക്ഷപ്പെടാൻ സഹായിച്ചതല്ല, ഇവർക്ക് ചെറുതായിട്ടൊന്ന് സർപ്രൈസ് കൊടുത്തതാണ്. രാജാവ് ഹീറോയിനോട് പറയും, ഇനി നീ ഇവിടെ നോടി രക്ഷപ്പെടാൻ നോക്കിയാൽ നിന്റെ 2 കൈ ഞാൻ വെട്ടും, നിന്നെ ഇതുപോലെ പൊള്ളിക്കുകയും ചെയ്യും, കൊന്നും കളയും. ഇപ്പൊ നീ പോയി എനിക്ക് തൽക്കാലത്തേക്ക് ഫുഡ് ഉണ്ടാക്കുക. എനിക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം. ഉണ്ടാക്കിയ ഡിഷ് തന്നെ വീണ്ടും ഉണ്ടാക്കാൻ പാടില്ല, പുതിയ ഡിഷ് ഉണ്ടാക്കണം. ഇനി എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്റെ തല വെട്ടിക്കളയും. ഇത് കേൾക്കുന്ന ഹീറോയിൻ പേടിച്ചിട്ട്, എന്നാ പിന്നെ എനിക്കൊരു അസിസ്റ്റന്റിനെ വേണം, എന്റെ കൂട്ടുകാരി എനിക്ക് അസിസ്റ്റന്റ് ആയിട്ട് തരുമെന്ന് ചോദിക്കും. രാജാവ് അതിന് സമ്മതം കൊടുക്കും. അവർ രണ്ടുപേരും കൂടെ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് പോകും. ഈ കാര്യങ്ങളൊന്നും, അതായത് ഫുഡ് കുക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. രാജാവ് നഷ്ടപ്പെട്ടു പോയാലോ ആ ഒരു പേടി രാജകുമാരിക്കുണ്ട്. പിന്നീട് ഒരു മുത്തപ്പനാണ് ഹീറോയിനെയും കൂട്ടുകാരിയും വിളിച്ചോണ്ട് പോകുന്നത് പാചകപ്പുര കാണിച്ചു കൊടുക്കാനായിട്ട്. ഈ മുത്തപ്പനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് ഹീറോയിനെ ഓർത്ത് പേടിയുണ്ടെന്ന് പറഞ്ഞ ആ മുത്തപ്പനില്ലേ, ആ മുത്തപ്പനാണ് ഈ മുത്തപ്പൻ. ഈ മുത്തപ്പ പാവമാണ് കേട്ടോ. ഹീറോയിൻ പോകുന്ന വഴിക്ക് കരയുന്നുണ്ട്, എന്റെ അച്ഛൻ്റെ കൂടെ എനിക്ക് പോരുന്ന ഫുഡ് കഴിക്കണം, എന്റെ അച്ഛൻ എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ മുത്തപ്പന് വിഷമം വരും. എന്നാൽ എന്ത് ചെയ്യാനാ? ഇത് കാണുന്ന കൂട്ടുകാരി ഹീറോയിനെ സമാധാനപ്പെടുത്തും. സാരമില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ വിഷമങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഹീറോയിൻ തീരുമാനിക്കും എന്തായാലും നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകണമെന്ന്. അങ്ങനെ ഹീറോയിനെയും കൂട്ടുകാരിയും കൂടെ പാചകപ്പുരയിൽ കൊണ്ടുവരും. അവിടെ കൊണ്ടുവരുമ്പോഴാണ് വേറെ വിഷയം. സാധാരണ ഫുഡെല്ലാം പാചകം ചെയ്യുന്നത് ആണുങ്ങളാണ്. എന്നാൽ ഇത് കണക്ക് 2 പെണ്ണുങ്ങൾ വന്നപ്പോൾ അവിടുത്തെ പാചകക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതായത് പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാട്ടി മണ്ടയിൽ വരുമോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പാചകക്കാരൊക്കെ ഇവരെന്തോ പോലെ നോക്കിയിട്ട് പിണങ്ങി പോവാണ് അവിടെ നിന്ന്. ഹീറോയിനോടും കൂട്ടുകാരിയോടും വലിയ കൂട്ടൊന്നും കാണിക്കുന്നില്ല. അവരുടെ ഒരു ശത്രുവായിട്ട് കാണുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആണുങ്ങളാണ് സാധാരണ നല്ല രീതിയിൽ അവിടെ ഫുഡ് കുക്ക് ചെയ്യാറ്. എന്നാൽ ഒരു പെണ്ണിനെ കൊണ്ട് അവരെ തോപ്പിക്കാൻ പറ്റുമെന്ന് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ അടുക്കളയിൽ കൂട്ടുകാരി ഹീറോയിനേ ഉള്ളൂ. കൂട്ടുകാരിക്ക് ഭയങ്കരമായിട്ട് മണം പിടിക്കാനുള്ള കഴിവുണ്ട്. അവൾ നല്ല രീതിയിൽ മണം പിടിക്കും. എവിടെ ഇറച്ചിയുടെ മണം അടിക്കുന്നെന്ന് പറഞ്ഞിട്ട് ആ മണം അടിച്ച സ്ഥലത്തോട് ചെല്ലും. അവിടെ എന്തോ ഇറച്ചി അരിഞ്ഞ കഷ്ണം കിടപ്പുണ്ട്. അത് ഹീറോയിൻ എടുത്ത് തിന്നു നോക്കും. കൂട്ടുകാരി പറയുന്നുണ്ട് അങ്ങനെ തിന്നാൻ പാടില്ല, അത് പച്ച ഇറച്ചിയാണെന്ന്. പക്ഷെ ഹീറോയിൻ തിന്നിട്ട് പറയും അത് മാനിറച്ചിയാണ്, ഇവിടെ എവിടെ മാനുണ്ട്, എന്നാ പിന്നെ നമുക്കിന്ന് സ്പെഷ്യലായിട്ട് മാനിറച്ചി കറി വെക്കാന്ന്. കറി വെക്കാൻ നല്ല ചുട്ട് തിന്നാന്ന്. അവിടെ തന്നെ വേറൊരു അടിയാള് നിപ്പോണ്ട്. അയാളോട് ചോദിക്കും ഇവിടെ മാനിറച്ചി ഉണ്ടോന്ന്. അയാൾ പറയും രാജാവ് വേട്ടയ്ക്ക് പോയപ്പോൾ മാനിനെ പിടിച്ചോണ്ടാണ് വന്നത്, ഇവിടെ ഇറച്ചി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്തുതരാന്ന്. എന്നാ പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് മാനിറച്ചി ഉണ്ടാക്കാന്ന് പറഞ്ഞ് കൂട്ടുകാരിയും ഹീറോയിനും മാനിറച്ചിയും പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് സൈഡ് ഡിഷസ് ആണ്. ഹീറോയിൻ അറിയപ്പെടുന്നത് തന്നെ മാനിറച്ചിയിൽ സ്പെഷ്യലിസ്റ്റ് എന്നാണ്. അപ്പൊ അടിപൊളിയായിട്ട് എന്തായാലും മാനിറച്ചി വെക്കുമായിരിക്കും. ഹീറോയിൻ പാചകം തുടങ്ങാണ്. അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടാണ് പാചകം ചെയ്യുന്നത്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് കണ്ട് അത്ഭുതപ്പെടും. അന്നത്തെ കാലത്ത് ഇങ്ങനെ ഫാൻസി ഡിഷസ് ഒന്നും ഇല്ലല്ലോ. അവരൊക്കെ വാ തുറന്ന് നിൽക്കാണ്, ഇതെന്താണ് സംഭവം എന്ന് അറിയാതെ. അവര് ചോദിക്കുന്നുണ്ട് രാജാവിന് ഇത് ഇഷ്ടപ്പെടുവോ ഇങ്ങനൊരു സാധനം. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് അപാരമായിരിക്കും. അതേപോലെ തന്നെ രാജകുമാരിയുടെ അടുത്ത് ഒരടിയാള് വന്ന് പറയും ഹീറോയിൻ പാചകപ്പുരയിൽ കയറി പാചകം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന രാജകുമാരി, സാധാരണ രാജാവ് ഒരിക്കലും സാധാരണ ഒരാളെ പാചകത്തിന് എടുക്കത്തില്ല. രാജാവിന് ഫുഡ് കഴിക്കാൻ അത്ര ഇഷ്ടമാണ്. പിന്നെ എന്തിനാണ് സാധാരണ ഒരു പെൺകുട്ടീനെ പാചകത്തിനായി എടുത്തത് എന്നുള്ള കാര്യം രാജകുമാരിക്ക് അറിയത്തില്ല. രാജകുമാരി അവിടുത്തെ ഒരു കുക്കിനെ, അതായത് ആണായിട്ടുള്ള ഒരു കുക്കിനെ അങ്ങോട്ട് വിളിക്കും. എന്താണ് സംഭവം, അവൾ എന്താണ് കുക്ക് ചെയ്തത്, എന്തുകൊണ്ടാണ് രാജാവിന് അവളെ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കും. ആ കുക്ക് വന്ന്
വന്ന് പറയും, അതായത് ഇവിടെ ഇങ്ങനെ റൂമർ പരക്കുന്നുണ്ട്, പരദൂഷണങ്ങൾ ഇങ്ങനെ പരക്കുന്നുണ്ട്. അങ്ങനെ ആ കുക്കിന് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയും. അതായത് ഗവർണറിന്റെ ഓഫീസിൽ വെച്ച് ഹീറോയിൻ ഫുഡ് കുക്ക് ചെയ്തു, അത് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന്. എന്നാലും നമുക്കറിയാം ഇതിനു മുമ്പ് ഹീറോയിൻ ഫുഡ് കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് അന്ന് പൂവൊക്കെ വെച്ച് അലങ്കരിച്ചില്ലേ രാജാവിനെ പിടിച്ച് കെട്ടിയിട്ടത് വള്ളിയിൽ, അന്നേ രാജാവിന് ഇഷ്ടപ്പെട്ടായിരുന്നു ഫുഡ്. പാചകക്കാരനെയും പറഞ്ഞു വിട്ടിട്ട് അടിയാളിനെ വീണ്ടും വിളിക്കും. എന്നിട്ട് അവരോട് പറയും നമുക്ക് രാജാവിനെ ഒന്നും കൂടെ കാണാൻ പോകണം, പെട്ടെന്ന് തന്നെ അതിനുള്ള വഴി ഒരുക്കാൻ. കട്ട് ചെയ്താൽ അടുത്ത സീനിൽ കുറെ ആൾക്കാർ ഒരു സ്ഥലത്ത് കൂടി നിൽപ്പുണ്ട്, ഒരു റൂമിന്റെ പുറത്ത്. ആ റൂമിലാണ് രാജാവ് ഉള്ളത്. ഹീറോയിനും അങ്ങോട്ട് വരുന്നുണ്ട്. ഹീറോയിൻ ആണല്ലോ ഫുഡ് ഉണ്ടാക്കിയത്, ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും ഇതെങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനും ഹീറോയിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിന് ആദ്യം അതിന്റെ അകത്തോട്ട് കയറ്റി വിടും. പിന്നെ വേറെ കുറെ ആൾക്കാർ ഈ ഉണ്ടാക്കിയ ഫുഡുമായിട്ട് പിറകെ വരും. ഹീറോയിൻ റൂമിൽ കയറുമ്പോഴേ കാണുന്നത് രാജാവ് അവിടെ ഡ്രസ്സൊന്നും ഇടാതിരിക്കുന്നതാണ്. ഡ്രസ്സ് മീൻസ് ഷർട്ടൊന്നും ഇടാതെ അതിന്റെ ബട്ടൺസ് ഇടാതിരിക്കുന്നതാണ്. ഹീറോയിൻ വിചാരിക്കും ഇത്രയും മുതുക്കനായിട്ട് അവ നേരെ ചൊവ്വേ ഡ്രസ്സൊന്നും പിടിച്ചിടാതെ അങ്ങനെ ഇരിക്കുകയാണെന്ന്. എന്തായാലും രാജാവ് ഹീറോയിനെ അടുത്ത് വന്നിരിക്കാൻ പറയാണ്. അതായത് ഈ ഡിഷ് വീണ്ടും പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആദ്യത്തെ ഡിഷ് എടുത്ത് പ്രിപ്പയർ ചെയ്യും. ഫസ്റ്റ് ആയിട്ട് കഴിച്ചു നോക്കുന്ന അവിടെ വേറൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയാണ്. രാജാവിന് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല ഇത് കഴിക്കാൻ പറ്റോ ഇല്ലയോ എന്ന്. ഇനി ചത്തുപോയാലോ ആ ഒരു പേടിയിൽ ആ സ്ത്രീക്ക് കൊടുക്കും. ആ സ്ത്രീ കഴിക്കുമ്പോൾ ആ സ്ത്രീയുടെ കിളി അത്രയും പാറിപ്പോവും, അത്രയും ടേസ്റ്റ് ആണ്. അവര് മരിച്ചു പോയില്ലല്ലോ, അതുകൊണ്ട് തന്നെ രാജാവ് കഴിക്കും. എന്തോ ഒരു ബിസ്ക്കറ്റിനകത്തോ അല്ലെങ്കിൽ എന്തോ ഒരു ചിപ്സിനകത്ത് എന്തൊക്കെയോ ചേർത്ത് കൊടുക്കുന്ന ഒരു ഡിഷാണ്. അത് കഴിക്കുമ്പോൾ രാജാവിന്റെ കിളി പാറും. രാജാവ് വേറെ ഒരു അത്ഭുത ലോകത്ത് ചെന്നപ്പെടും. അവിടെ മാൻകുട്ടികളൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അടുത്തത് വേറെന്തോ ഒരു പച്ച കളർ ഡിഷാണ്, എന്തോ വെജിറ്റബിൾ വെച്ച് ഉണ്ടാക്കിയ ഒരു പച്ച കളർ ഡിഷ്. അത് ആദ്യം ആ സ്ത്രീയെ കൊണ്ട് കഴിപ്പിക്കും. അവർക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അത് രാജാവ് കഴിക്കും. വീണ്ടും അടുത്ത അത്ഭുത ലോകത്ത് പോകും. ഏതോ ഒരു പച്ചക്കറി തോട്ടത്തിൽ ചെന്നപ്പെടും. രാജാവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹീറോയിൻ ഇത്ര അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്ന്. നീ എവിടെ നിന്നാണ് വരുന്നത്, നിന്റെ സ്ഥലം എവിടെ നിന്നാണെന്ന് ചോദിക്കും. ഹീറോയിൻ പറയും ഞാൻ ഫ്യൂച്ചറിൽ നിന്നാണ് വരുന്നത്, 500 വർഷങ്ങൾക്ക് ശേഷമുള്ളതാണ് ഞാനെന്ന്. എന്നാൽ രാജാവിന് ഇത് വിശ്വസിക്കാൻ പറ്റുമോ? നിനക്ക് തലയ്ക്ക് സുഖമില്ലെങ്കിലും നല്ല രീതിയിൽ ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ടെന്ന് മയങ്ങി രാജാവ് ഉത്തരം പറയും. അടുത്തത് മാന്റെ ഇറച്ചിയാണ്. അത് ആ സ്ത്രീയെ കൊണ്ട് കഴിപ്പിക്കുന്നില്ല, ഹീറോയിനോട് കഴിക്കാൻ പറയാണ്. അവള് കഴിച്ചു കഴിഞ്ഞിട്ട് രാജാവ് കഴിക്കാന്ന് പറയും. അങ്ങനെ ഹീറോയിൻ അതെടുത്ത് കഴിക്കും. ഹീറോയിൻ കഴിക്കുന്നത് നോക്കി അങ്ങനെ ഇരിക്കുകയാണ് രാജാവ്. രാജാവിന്റെ മനസ്സിലോട്ട് അവന്റെ അമ്മയുടെ കാര്യം ഓർമ്മ വരുവാണ്. അതായത് ഹീറോയിനെയും അവന്റെ അമ്മയായിട്ട് കമ്പയർ ചെയ്യുകയാണ്. മീൻസ് ഒരേപോലെ തോന്നുകയാണ് അവര്. ഹീറോയിൻ കഴിക്കുന്നത് അമ്മ കഴിക്കുന്നത് പോലെ തോന്നുകയാണ്. അമ്മ പണ്ട് ഹീറോയ്ക്ക് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് രാജാവിന്. അതുകൊണ്ട് തന്നെ ഹീറോയിനോട് വാരി തരാൻ പറയും. ഹീറോയിൻ അവൻ എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ഉറപ്പാണോ എന്ന് ചോദിച്ചിട്ട് അത് വാരി കൊടുക്കും. ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ അമ്മയുടെ നിന്ന് ഫുഡ് വാങ്ങിച്ചു തിന്നുന്നത് അതുപോലെ തന്നെ ഹീറോയിന്റെ നിന്ന് രാജാവ് ഫുഡ് വാങ്ങിച്ചു തിന്നും. രാജാവിന് മാനിറച്ചി ഭയങ്കര ഇഷ്ടമാണ്. ഹീറോയിൻ എങ്ങനെയാണ് രാജാവിന് മാനിറച്ചി ഇഷ്ടമാണെന്ന് അറിയാവുന്നതെന്ന് ചോദിക്കും. ഹീറോയിൻ പറയും ഞാൻ ഹിസ്റ്ററി വായിച്ചിട്ടുണ്ട്, അതിലുള്ള രാജാവിനെല്ലാം മാനിറച്ചി ഭയങ്കര ഇഷ്ടമാണെന്ന്, പ്രത്യേകിച്ച് യൂറോപ്പിലുള്ള രാജാവിന്. യൂറോപ്പോ അങ്ങനെ ഒരു സ്ഥലം അവൻ കേട്ടിട്ടില്ല, അത് ഉച്ചരിക്കാൻ പറ്റുന്നില്ല. യൂറോപ്പിന് പഴയ കാലത്ത് വേറെ പേരാണ്, അത് പറയും. ഹീറോയിൻ അറിയാലോ ഹിസ്റ്ററിയൊക്കെ, അതുകൊണ്ട് തന്നെ ഹീറോയിന് ഡൗട്ടില്ല. പക്ഷേ രാജാവിന് ഡൗട്ടുണ്ട്, ഇവള് എന്താണ് ഈ പറയുന്നത്? ഇവള് പറയുന്ന ചില വാക്കുകളൊന്നും അവർ കേട്ടിട്ട് പോലും ഇല്ല. ചില ഡിഷിന്റെ പേരൊക്കെ അവർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ നേരം രാജകുമാരി രാജാവിന്റെ റൂമിന്റെ പുറത്ത് വന്നിട്ടുണ്ട്. കൂടെ അടിയാളും ഉണ്ട്. അതേപോലെ തന്നെ റൂമിന്റെ പുറത്ത് കുറെ ആൾക്കാർ നിൽപ്പുണ്ട്. അവിടെ തന്നെ ആ മുത്തപ്പനുണ്ട്. മുത്തപ്പൻ രാജകുമാരി അകത്തോട്ട് കയറ്റി വിടുന്നില്ല. മുത്തപ്പനെയൊക്കെ തള്ളി മാറ്റി ഞാൻ അവിടുത്തെ രാജകുമാരി എന്ന് പറഞ്ഞ് ഡോറ് തുറക്കാൻ നോക്കും. എന്നാൽ പകുതിയെ തുറക്കുന്നുള്ളൂ. കാണുന്നത് ഹീറോയിനും സംസാരിക്കുന്നതാണ് ചിരിച്ച് കളിച്ച്. ഇത് കാണുമ്പോൾ രാജകുമാരിയുടെ കൺട്രോൾ പോകും. രാജകുമാരിയെ വീണ്ടും മുത്തപ്പൻ അകത്തോട്ട് കയറ്റി വിടുന്നില്ല. അവിടെ നിൽക്കുന്ന ആൾക്കാർ കയറ്റി വിടുന്നില്ല. രാജാവിന് മനസ്സിലാവും പുറത്ത് എന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന്. അവിടെ നിന്ന് വിളിച്ച് പറയും ആരെ അകത്തോട്ട് കയറ്റി വിടണ്ട, ഞാനിപ്പോ ഭക്ഷണം കഴിക്കുകയാണെന്ന്. രാജാവ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരെ അകത്തോട്ട് കയറ്റി വിടാറില്ല. ഇപ്പം ഹീറോയും സംസാരിക്കുന്നത് രാജകുമാരി കണ്ട്. അവൾക്ക് അത്രയും വാശി വന്നിട്ടുണ്ട് ഹീറോയിനോട്. അവൾ എന്തായാലും അവൾ ഉപദ്രവിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. രാജകുമാരി അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോകും. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അകത്ത് രാജാവ് ഹീറോയിന്റെ അടുത്തോട്ട് വരാണ്. ഹീറോയിൻ അവൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവൾ പേടിച്ച് തല താഴ്ത്തിയിരിക്കുകയാണ്. അവൻ അടുത്ത് വന്നിട്ട് ഹീറോയിനോട് പറയും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു എന്ന്. ഹീറോയിന് മനസ്സിലായില്ല അവൻ എന്താ പറഞ്ഞെന്ന്. എന്ത് തിരഞ്ഞെടുത്തു കഴിഞ്ഞു എന്ന്. രാജാവിന് ഭക്ഷണം കൊടുത്തിട്ട് പുറത്തിറങ്ങി പോകുമ്പോൾ മിനിസ്റ്ററിന്റെ മോൻ, അതായത് സെക്രട്ടറി വന്ന് കാണും. സെക്രട്ടറി വന്ന് ഹീറോയിനോട് ചോദിക്കും എന്തെങ്കിലും സഹായം വേണോ? അങ്ങനെ സഹായം വേണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം. അകത്ത് എന്തൊക്കെയാണോ നടക്കുന്നത് അത് എനിക്ക് അപ്പം റിപ്പോർട്ട് ചെയ്യണമെന്ന്. എന്നാൽ ഹീറോയിൻ അതിന് സമ്മതിക്കത്തില്ല, പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ സെക്രട്ടറി പറയും നീ വിചാരിക്കുന്നുണ്ടോ നീ ഇവിടെ സേഫ് ആണെന്ന്? ഞാൻ നിനക്ക് സപ്പോർട്ടിന് നിൽക്കാം, പക്ഷെ നീ എനിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി. ആ രാജകുമാരി ഉണ്ടല്ലോ അവൾക്ക് നിന്നെ അത്രയും വെറുപ്പാണ്. അവള് നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അവള് നിന്നെ എന്തായാലും കൊല്ലും. അപ്പൊ നിനക്ക് സപ്പോർട്ടിന് ആരെങ്കിലും വേണ്ടേ? നിനക്ക് ഞാൻ സപ്പോർട്ടിന് നിൽക്കാം, പക്ഷെ അപ്പം നടക്കുന്ന കാര്യം എനിക്ക് നീ റിപ്പോർട്ട് ചെയ്യണം. ഹീറോയിനും അത് ശരിയാണെന്ന് തോന്നും. ആ രാജകുമാരി എന്തായാലും അവളെ വെറുതെ വിടത്തില്ല, ഇവളെ എന്തായാലും കൊല്ലാൻ ശ്രമിക്കും. അപ്പൊ ഇവളെ രക്ഷിക്കാൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് തന്നെ ഇവൾ അതിന് സമ്മതിക്കാന്ന് തീരുമാനിക്കും. പക്ഷെ അതിന് സമ്മതിക്കണമെങ്കിൽ അവളുടെ ഹാൻഡ് ബാഗ് കണ്ടുപിടിച്ചുകൊണ്ട് കൊടുക്കണമെന്ന് പറയും. എന്നാൽ ഹാൻഡ് ബാഗ് എന്താണെന്ന് അയാൾക്ക് മനസ്സിലാവത്തില്ല സെക്രട്ടറിക്ക്. അവള് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ വള്ളിയൊക്കെ ഉള്ള ഒരു സാധനം ഇടുന്ന സാധനമെന്ന്. പക്ഷേ അവരുടെ നാട്ടില് അതിന് വേറെ പേരാണ് അന്നത്തെ കാലത്ത്. അത്
അതും പറഞ്ഞ് അത് കണ്ടുപിടിച്ചാൽ ഞാൻ നിങ്ങളുടെ ടീമിൽ ചേരാന്ന് പറയും. അതായത് അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, രാജാവിന്റെ അടുത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, അത് അപ്പം വന്ന് റിപ്പോർട്ട് ചെയ്യാന്ന്, ഒരു ചാരയായിട്ട് വർക്ക് ചെയ്യാന്ന്. ഈ സമയം ഹീറോയിന്റെ ബാഗും ആ ബുക്കും എവിടെയോ ഇരുന്ന് തിളങ്ങുന്നുണ്ട്. എവിടാണെന്ന് അറിയാൻ പാടില്ല. അതിനെന്തൊക്കെയാ അത്ഭുത സിദ്ധികളുണ്ട്. നമുക്കെല്ലാം മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. കട്ട് ചെയ്താൽ രാജകുമാരിയാണ് കാണിക്കുന്നത്. രാജകുമാരി ഹീറോയിന് പണി കൊടുക്കുമെന്ന് തന്നെ വിചാരിച്ച് അവിടെ ഇരിപ്പുണ്ട്. അവളെ എന്തായാലും നശിപ്പിക്കും. അവളെ ഒന്നെങ്കിൽ പാലസിൽ നിന്ന് ഓട്ടിക്കും, അല്ലെങ്കിൽ അവളെ കൊല്ലുമെന്ന്. ഈ നേരം നേരത്തെ ഒരു കുക്കിനെ വിളിപ്പിച്ചില്ലായിരുന്നോ രാജകുമാരി? ആ കുക്ക് അടുക്കളയിൽ വന്നിട്ട് ഹീറോയിൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ബാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കും. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതോടെ അവന്റെ കിളി ആകെ പാറും. അവൻ ആദ്യമായിട്ടാണ് ഇത്ര അടിപൊളി ഫുഡ് കഴിക്കുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിച്ചിട്ടില്ല. അവന് മനസ്സിലായി ഇനി ഇവിടെ കുക്കുകൾക്കൊന്നും ജോലിയില്ല, എല്ലാവരുടെ ജോലിയും നഷ്ടപ്പെട്ടു പോകുമെന്ന്. ഇത്രയും ടേസ്റ്റോടെ ഫുഡ് വേവിക്കുമ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള സാധാരണക്കാരായിട്ടുള്ള കുക്കുകളെ രാജാവ് വെക്കുവോ? ഒരിക്കലും ഇല്ല. എല്ലാത്തിനെയും പറഞ്ഞുവിടും, എല്ലാത്തിന്റെ ജോലിയും നഷ്ടപ്പെട്ടു പോകും. ആ പേടി അവന്റെ മനസ്സിലോട്ട് വരികയാണ്. ഹീറോയിന് തെറി പറയുകയാണ്. പിറ്റേന്ന് ഹീറോയിൻ പാചകം ചെയ്യുമ്പോൾ അവിടെ ഒരു അരിക്കലം ഉണ്ട്. ആ അരിക്കലം ചെന്ന് തുറക്കും. എന്നാൽ പെട്ടെന്നൊരു സാധനം പുറത്തോട്ട് ചാടി വരും. അതൊരു പാമ്പാണ്. ഹീറോയിൻ അതിനെ കണ്ട് പേടിക്കും. എന്നാലും മറ്റേ കൂട്ടുകാരിയില്ലേ, അതിന് പേടിയൊന്നുമില്ല. ആ പാമ്പിനെ വന്ന് കൈ കൊണ്ട് പിടിക്കും. എന്റെ പുന്നാര കുട്ടാന്ന് പറഞ്ഞിട്ട്. ഇത് കാണുന്ന മറ്റേ കുക്ക്, അതായത് ഇന്നലെ ടേസ്റ്റ് ചെയ്ത് നോക്കില്ലേ, ആ കുക്കിന് ഇഷ്ടപ്പെടത്തില്ല. അവന് മറ്റേ വൈരാഗ്യമുണ്ട്. ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ചീത്ത പറയും, എന്താടി നീയൊക്കെ കാണിക്കുന്നതെന്ന്. പിന്നീട് ഹീറോയിൻ വീണ്ടും പാചകം ചെയ്യാനായിട്ട് അടുത്ത സ്ഥലത്ത് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ കുറെ പാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. കുറെ ഉണ്ട് കേട്ടോ. ഇത് കാണുന്ന ഹീറോയിൻ ആകെ പേടിച്ചു പോവാണ്. അവള് നിലവിളിക്കുകയാണ്. ഈ നിലവിളി കേട്ടിട്ട് കൂട്ടുകാരി അങ്ങോട്ട് വരും. കൂട്ടുകാരി ഓരോ പാറ്റയായിട്ട് ചവിട്ടിക്കൊല്ലാൻ തുടങ്ങും. ഈ പാറ്റയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമോ? ഈ കൂറയില്ലേ, അതിനെയാണ് പാറ്റ എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും പല പേരാണ്. ഞാൻ പാറ്റയും കൂറയെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ പാറ്റകളെല്ലാം എവിടെ നിന്നാ വരുന്നതെന്ന് അറിയാമോ? അതിനെല്ലാം വേറെ രണ്ട് കുക്കുകൾ അവിടെ നിന്ന് പാത്രത്തിൽ കൊണ്ടുവന്ന് ഇറക്കി വിടുകയാണ് ഹീറോയിൻ ഇവിടെ നിന്ന് ഓട്ടിക്കാൻ വേണ്ടിയിട്ട്. ഹീറോയിൻ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാത്തിന്റെ പണിയും പോകത്തില്ലേ. അതുകൊണ്ട് തന്നെ ഹീറോയിനെ ഉപദ്രവിച്ച് അവൾ ഇവിടെ നിന്ന് പറഞ്ഞുവിടാനുള്ള പരിപാടിയാണ്. എന്താണോ എന്തോ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അന്നത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഹീറോയിൻ അവളുടെ കൂട്ടിൽ വരും. അവരെന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവർ കൂട്ടിൽ കയറിയിട്ട് സ്വന്തമായിട്ട് ആ പലക എടുത്ത് തലയിൽ വെക്കും. അതുപോലെ തന്നെ പൂട്ടുവിടും രണ്ടുപേരും. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ചിന്തിക്കും, എന്തുകൊണ്ട് രാജാവിനോട് ഈ കാര്യം പറഞ്ഞുകൂടാ, കുക്കുകളെല്ലാം ശല്യം ചെയ്യുന്നു എന്നുള്ള കാര്യം. പക്ഷെ കൂട്ടുകാരി പറയും, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ രാജാവ് എന്തായാലും എല്ലാത്തിനും നല്ല ശിക്ഷ കൊടുക്കും, ചിലപ്പോൾ അവന്മാരെ കൊന്നുകളയും. ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് മനസ്സിലാവും അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല, ഇവരുടെ എല്ലാവരെയും ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ തീരുമാനിക്കും, എന്തായാലും ഇപ്പം തൽക്കാലത്തേക്ക് ഇവന്മാരുടെ കാര്യം പുറത്ത് പറയണ്ടെന്ന്. കണ്ടോ, ഹീറോയിൻ അത്രയും നല്ലൊരു മനുഷ്യനാണ്. ഇത്രയും ദ്രോഹിച്ചിട്ടും അവൾ പറയണ്ടെന്ന് തീരുമാനിച്ചില്ലേ, അവന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാലോ, ആ ഒരു പേടിയിൽ. അടുത്ത ദിവസം രാജാവ് ഒരുങ്ങാണ്. അങ്ങോട്ട് തന്നെ സെക്രട്ടറി വന്നിട്ട് രാജകൊട്ടാരത്തിൽ ഭയങ്കര പ്രശ്നം നടക്കുന്നതെന്ന് പറയാണ്. രാജാവിനെതിരെ വാക്ക് ഉയർത്തിയ ആളാണ് ഗവർണർ. അതുപോലെ തന്നെ ഹീറോയിനും വാക്ക് ഉയർത്തിയിട്ടുണ്ട്. എന്നാ പിന്നെ ഗവർണറിനെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിനെ എന്തായാലും ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് രാജകൊട്ടാരത്തിൽ പ്രശ്നം നടക്കുന്നത്. ഇതെങ്ങനെ എല്ലാവരും അറിഞ്ഞെന്നായിരിക്കും അല്ലേ? അതായത് രാജകുമാരി അടിയാളിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ പരദൂഷണം പരത്തുവാണെങ്കിൽ എല്ലാവരും ഈ കാര്യം അറിയും. അങ്ങനെയാണെങ്കിൽ ഗവർണറിന് ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഹീറോയിനും ഈ ശിക്ഷ കിട്ടുമെന്ന്. ഇതെല്ലാം രാജകുമാരിയുടെ പ്ലാനാണ്. രാജകുമാരി ഉണ്ടാക്കിയ പ്ലാനാണ്. അതെങ്ങനെയാണ് നടപ്പാക്കിയത്? ഒരു അടിയാളിനെ വിളിച്ചിട്ട് അതിങ്ങനെ പരത്താൻ പറഞ്ഞു, ഓരോ ആൾക്കാരിലോട്ട് പരത്താൻ പറഞ്ഞു. മീൻസ് അവിടെ പോയി പരദൂഷണം പറഞ്ഞു ഓരോ സ്ത്രീകളോടും പുരുഷന്മാരോടും. ഒരാളോട് പറയുമ്പോൾ അതിങ്ങനെ പരന്ന് പെട്ടെന്ന് വ്യാപിക്കും. മനസ്സിലായോ? രാജാവിന്റെ സിംഹാസനത്തിൽ വന്നിരിക്കും. അവിടെ കുറെ ആൾക്കാർ കൂടിയിരിപ്പുണ്ട്. എല്ലാവരും കൊച്ചു താടികളാണ്, നരച്ച താടി. അതുപോലെ തന്നെ ഇതെന്താ ഇങ്ങനെ വളർത്തിയിരിക്കുന്നത്, ഷേവ് ചെയ്ത് കളഞ്ഞൂടെ? അവരെല്ലാരും കൂടെ ഒരുമിച്ച് രാജാവേ ഗവർണറിനെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിനെ എന്തായാലും ശിക്ഷിക്കണം, അതാണ് നേരായിട്ടുള്ള വഴിയെന്ന്. എന്നാൽ രാജാവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സെക്രട്ടറി ഉണ്ട്. രാജാവ് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇത് നടപ്പാക്കില്ലല്ലോ എന്ന് ചോദിക്കും. എന്നാൽ ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇത് കേൾക്കുന്നില്ല. നിങ്ങളാണോ രാജാവ്, ഞാനാണോ രാജാവ് എന്ന് പറഞ്ഞ് രാജാവ് എണീക്കും. എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറയും. അതുപോലെ തന്നെ ഹീറോയിനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരാൻ പറയും. കുറെ ആൾക്കാർ പോയിട്ട് ഹീറോയിനെ പിടിച്ചോണ്ട് വരും. നമ്മൾ ആദ്യ സീൻ കണ്ടില്ലായിരുന്നു ഹീറോയിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, കയറൊക്കെ കെട്ടിയിട്ട്. ഈ നേരം രാജകുമാരിയും അടിയാളത്തെയും ഭയങ്കര സന്തോഷത്തിലാണ്. ഹീറോയിനെ എന്തായാലും പറഞ്ഞു വിടാൻ പോവല്ലേ, ഇല്ലെങ്കിൽ അവളെ കൊന്നു കളയാൻ പോവായിരിക്കും. പക്ഷേ ഇവിടെ എന്താ നടക്കാൻ പോണേന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാമല്ലോ. ഹീറോയിനെ കൊണ്ടുവന്ന ഉടനെ അവളുടെ കയറ് വെട്ടിക്കളയും രാജാവ്. എന്നിട്ട് എല്ലാരോടും കൂടെ പറയും, ഇന്ന് മുതൽ ഇവളാണ് നമ്മുടെ ചീഫ് കുക്കെന്ന്. ഇത്രയും നാൾ ആണുങ്ങളാണ് അടുക്കള ഭരിച്ചുകൊണ്ടിരുന്നത്, എന്നാൽ ഇപ്പൊ ഒരു പെൺകുട്ടിയാണ് അടുക്കള ഭരിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. രാജാവ് ആയിരുന്നാലും യവന്മാര് പിറകിൽ നിന്ന് കുത്തും, അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. യവന്മാര് തിരിച്ചിറങ്ങി പോകുമ്പോൾ, അതായത് ഈ ഒരു കൂട്ടായ്മയൊക്കെ പിരിച്ചു വിട്ടിട്ട് യവന്മാര് തിരിച്ചിറങ്ങി പോകുമ്പോൾ രാജാവ് ഒരു പെൺകൊന്തനാണ്, എന്തായാലും ഒരു പെണ്ണ് വന്നതിന് ശേഷം ഈ രാജ്യം മുടിയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. പിന്നെ ഹിസ്റ്ററി പ്രകാരം രാജകുമാരി രാജാവിനെ ഒരു കളിപ്പാവ ആക്കിയിട്ടുണ്ട്. അതായത് രാജകുമാരി പറയുന്നത് കണക്കാണ് രാജാവ് ഹിസ്റ്ററിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് കുറെ അധികം പ്രശ്നങ്ങൾ നടന്നിട്ടുള്ളത്. രാജകുമാരി പറയുന്ന അനുസരിച്ചിട്ടാണ് രാജാവ് ഹിസ്റ്ററിയിൽ പെരുമാറിയിട്ടുള്ളത്. ഇതൊക്കെ ഹീറോയിൻ അറിയാൻ കേട്ടോ. ഇവള് കുറച്ചൊക്കെ ഹിസ്റ്ററി വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പം രാജാവിന്
ഹീറോയിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ ഹിസ്റ്ററി എന്തായാലും ചേഞ്ച് ആവും. അങ്ങനെ വന്നാൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിക്കും. എന്താണെന്ന് അറിയാൻ പാടില്ല. ഈ വിവരം അറിഞ്ഞ രാജകുമാരി നേരെ ഹീറോന്റെ മുത്തശ്ശീനെ ചെന്ന് കാണും. ഇനി അതേ ഉള്ളൊരു വഴി. സാധാരണ അടുക്കള പണിക്ക് പെണ്ണുങ്ങൾ കയറാൻ പാടില്ല, പ്രത്യേകിച്ച് രാജകൊട്ടാരത്തിലെ അടുക്കള പണിക്ക്. അതുകൊണ്ട് തന്നെ മുത്തശ്ശീനെ വന്ന് കണ്ടിട്ട് അവളെ എങ്ങനെങ്കിലും ഓട്ടിച്ചു വിടണോന്ന് പറയും. എന്നാൽ മുത്തശ്ശി പറയും അവളെ ഓട്ടിച്ചു വിടണോ വേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം, പക്ഷെ അവൾ അത്രയും കഴിവുള്ള പെൺകുട്ടിയാണെങ്കിൽ അവളെ പറഞ്ഞു വിടേണ്ട കാര്യമില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഒരു മത്സരം വെച്ച് ഹീറോയിന്റെ കുക്കിംഗ് സ്കിൽസ് പരിശോധിക്കാം. ഈ രാജകൊട്ടാരത്തിൽ തന്നെ കുറെ അധികം കുക്കുണ്ട്. എല്ലാവരും സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്, അടിപൊളിയായിട്ട് വേവിക്കും. അവരുമായിട്ട് മത്സരിച്ച് ഹീറോയിന് ജയിക്കാൻ പറ്റിയാൽ ഹീറോയിന് രക്ഷപ്പെട്ടു പോകാം. എന്നാൽ അവള് ജയിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അവളുടെ കൈ വെട്ടിയെടുക്കും. അങ്ങനെ മുത്തശ്ശി എരിയേറ്റിട്ട് രാജകുമാരി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. രാത്രിയാകുമ്പോൾ ഹീറോയിനെയും കൂട്ടുകാരിയും മറ്റേ മുത്തപ്പനും വേറൊരു ഫടനും കൂടെ ഒരു സ്ഥലത്ത് കൊണ്ടുവരും. അവർ ഇനി തൊട്ട് കൂട്ടിലല്ല കിടക്കാൻ പോകുന്നത്, അവർക്ക് സ്ഥാനമൊക്കെ കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു കുടില് പോലത്തെ ചെറിയൊരു റൂം കൊടുക്കുന്നുണ്ട്. ഇവർക്ക് അത്രയും സന്തോഷമാവുന്നുണ്ട്. അവരകത്ത് കയറി നോക്കും. അത് നോക്കുമ്പോൾ എന്താ കാണുന്നതെന്ന് അറിയാമോ? അലക്കി വെച്ചേക്കുന്ന അടിപൊളി ബെഡ്ഷീറ്റും ചൂടാക്കിയ തറയും. അതെങ്ങനെ ചൂടാക്കുന്നതെന്ന് അറിയാൻ പാടില്ല, തറ ചൂടാക്കാൻ പറ്റും. ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. അവർ രണ്ടുപേരും തുള്ളിക്കളിക്കുകയാണ്, നമ്മൾ രക്ഷപ്പെട്ടേ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഹീറോനെ ചീത്ത പറയും, അവനൊരു നാറിയാണെന്ന്. എന്നാൽ കൂട്ടുകാരി പേടിച്ചിട്ട് പറയും, അങ്ങനെ പറയില്ല, ആരെങ്കിലും കേട്ടാലും നമ്മളെ പിടിച്ചോണ്ട് ശിക്ഷിക്കുമെന്ന്. നേരത്തെ കമ്പിക്ക് ചൂട് വയ്ക്കാൻ നോക്കിയതല്ലേ, ആ ഒരു പേടി കൂട്ടുകാരിയുടെ മനസ്സിലുണ്ട്. എന്നാൽ ഹീറോയിൻ പറയും, നീ പേടിക്കണ്ട, ആരും കേൾക്കത്തില്ല, കാരണം ഇതെല്ലാം സൗണ്ട് പ്രൂഫ് ആണ്. സൗണ്ട് പ്രൂഫ് മീൻസ് പുറത്ത് കേൾക്കത്തില്ല. അപ്പോഴാണ് പുറത്തുനിന്ന് ഒരാൾ വിളിക്കുന്നത്, അത് മുത്തപ്പനാണ്. മുത്തപ്പൻ വിളിച്ചിട്ട് ഇവർക്ക് ഡ്രസ്സ് കൊടുക്കും. ഇനി മുതൽ ഇവർ സാധാരണ ഡ്രസ്സ് ഇടണ്ട, ഇവർക്ക് സിൽക്കിന്റെ ഡ്രസ്സ് ഇടാം. ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. അടിപൊളി ഡ്രസ്സൊക്കെ ഇല്ലേ കിട്ടിയിരിക്കുന്നത്. ഇവർ ഈ ഡ്രസ്സൊക്കെ എടുത്ത് അകത്തോട്ട് കയറിപ്പോവും. മുത്തപ്പന് സന്തോഷവും. ഇവർ രണ്ടുപേരും സന്തോഷിക്കുന്നത് കാണുമ്പോഴേ, നേരത്തെ കരഞ്ഞപ്പോൾ മുത്തപ്പന് വിഷമായില്ലേ, എനിക്ക് തോന്നുന്നു ആകെ മനുഷ്യത്വമുള്ള മനുഷ്യൻ അദ്ദേഹം മാത്രമാണെന്നാണ്. ഈ നേരം അടുക്കളയാണ് കാണിക്കുന്നത്, അതായത് രാജകൊട്ടാരത്തിലെ അടുക്കള. അവിടെ ഉള്ള കുക്കെല്ലാം കൂടെ പ്ലാൻ ഇടുകയാണ്. ഹീറോയിനെ എങ്ങനെയെങ്കിലും ഓട്ടിച്ച് കളയണം. നാളെ എന്തായാലും അവളിവിടെ പാചകം ചെയ്യാൻ പാടില്ല, രാജാവ് തന്നെ അവളെ കൊന്നു കളയണമെന്ന്, അല്ലെങ്കിൽ അവള് തന്നെ ഇറങ്ങിപ്പോണമെന്ന്. പിറ്റേന്ന് രാവിലെ മുത്തപ്പൻ വന്ന് ഹീറോയിനെയും കൂട്ടുകാരെയും കൊണ്ടുപോവാണ്. എങ്ങോട്ട്? അടുക്കളയിലോട്ട്. കൂട്ടുകാരിക്ക് പേടിയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവന്മാര് എന്തായാലും ഇവരെ ദ്രോഹിക്കുമെന്ന്. പക്ഷെ ഹീറോയിൻ പറയും, നീ പേടിക്കണ്ട, ഇനി മുതൽ അത് എന്റെ അടുക്കളയാണ്, ഞാൻ പറയുന്നത് അവന്മാർ കേൾക്കും, അല്ലെങ്കിൽ അവന്മാരെ ഞാൻ അനുസരിപ്പിക്കും, നീ ഇനി കണ്ടോ, ഇനി തൊട്ട് എന്റെ ഭരണ എന്ന് പറഞ്ഞ് സന്തോഷപ്പെട്ടിട്ടൊക്കെയാണ് അടുക്കളയിലോട്ട് പോകുന്നത്. ഈ നേരം അടുക്കളയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? അവന്മാര് ഈ കത്തിയില്ലേ, മുറിക്കുന്ന കത്തി, ആ കത്തി ഒരച്ചൊരച്ച് അതിന്റെ മൂർച്ച നശിപ്പിച്ച് കളയും. അതുപോലെ തന്നെ അരിപ്പൊടിയും ഉപ്പും മിക്സ് ചെയ്യും. പിന്നെ കുറെ ജാറൊക്കെ എടുത്ത് ഒളിപ്പിച്ചു വെക്കും. ഇൻഗ്രീഡിയന്റ് ഉള്ള ജാറൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്ത് ഒളിപ്പിച്ചു വെക്കും. ഹീറോയിൻ ഇവിടെ നിന്ന് ഇത് വെറുത്തിട്ട് ഇറങ്ങിപ്പോണം, അതാണ് അവന്മാരുടെ പ്ലാൻ. എന്നാൽ ഹീറോയിൻ ഒരു കില്ലാടിയാണ്, അത് നമുക്കറിയാം. കുറച്ച് കഴിയുമ്പോൾ അടുക്കളയിലോട്ട് ഹീറോയിൻ കയറി വരും. ഹീറോയിൻ വന്നിട്ട് എല്ലാരെയും പരിചയപ്പെടുത്തും. ഹീറോയിൻ ആണല്ലോ വലിയൊരു കുക്ക്, അതായത് അവിടുത്തെ ഏറ്റവും ടോപ്പ് കുക്ക്. അതിന്റെ ഒരു ഇതിലാണ് പെരുമാറുന്നത്. യവന്മാരെല്ലാം മഹാ തരികിടയാണെന്ന് ഹീറോയിൻ അറിയാം. അതുകൊണ്ട് യവന്മാരത്തൊക്കെ ഇങ്ങനെ പെരുമാറാവും. അടുത്ത ചീഫ് കുക്ക് ആവാൻ നിന്ന ഒരാളുണ്ട്, അയാളാണ് അടുത്ത മെയിൻ കുക്ക്. എല്ലാരോടും കൂടെ പോയി ജോലി ചെയ്യാൻ പറയും. യവന്മാര് ഞെട്ടും, എന്താണ് നമ്മളോട് ജോലി ചെയ്യാൻ പറയുന്നത്, എവളല്ലേ വേവിക്കേണ്ടതെന്ന്. ഹീറോയിൻ ഒരു ബുദ്ധിമതിയാണ്, കാരണം ഹീറോയിൻ നേരത്തെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. യവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഹീറോയിൻ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇന്ന് പണിയെടുക്കുന്നില്ല എന്ന് രാജാവിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പണിയെടുക്കേണ്ടത് യവന്മാരാണ്. ഇനിയിപ്പോ രാജാവിന് കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടിയില്ലെങ്കിൽ എന്തായാലും രാജാവ് വന്നിട്ട് യവന്മാരെ കഴുത്തറുത്ത് കൊല്ലും. ആ പേടിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. കത്തി നന്നാക്കാനും മാവെടുക്കാനും ഒളിപ്പിച്ച ജാറ് തിരിച്ചു കൊണ്ടുവരാനും പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഹീറോയിൻ ഒരു സൈഡിൽ ഇതൊക്കെ കണ്ട് മാറിയിരിക്കും. കൂട്ടുകാരി വന്നിട്ട് പറയും, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയുണ്ടോന്ന്. ഹീറോയിൻ ഇത് മുമ്പേ അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഹീറോയിൻ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇതാണ് ആൾക്കാർ അവളോട് പെരുമാറുമായിരുന്നു, അവിടുന്ന് പഠിച്ചതാണ്. അവൾ ആരാ മോള്. ഹീറോയിനും കൂട്ടുകാരി അവിടെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് തന്നെ രാജകുമാരിയുടെ ഒരു അടിയാള് വരും. എന്നിട്ട് ഹീറോയിനോട് മുത്തശ്ശിക്ക് നിങ്ങളെ കാണണമെന്ന് പറയും. ഇപ്പൊ എന്തിനാണോ മുത്തശ്ശിക്ക് കാണണമെന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് ഹീറോയിൻ നേരെ മുത്തശ്ശിയെ ചെന്ന് കാണും. അവിടെ വെച്ച് മുത്തശ്ശി കാര്യം പറയും, അതായത് ഒരു കോമ്പറ്റീഷൻ നടത്താൻ പോവാണ്, അതിൽ നീ തോറ്റു പോവാണെങ്കിൽ എന്തായാലും നിന്റെ കൈ വെട്ടിക്കളയുമെന്ന്. ഹീറോയിൻ പേടിക്കും, ഇനിയിപ്പോ തോറ്റു പോയാൽ അടിപൊളി കുക്കുകളുടെ കൂടെയാണ് അവള് മത്സരിക്കാൻ പോകുന്നത്. ഇപ്പൊ അവൾക്ക് വേറെ വഴിയില്ല. രാജാവ് പറഞ്ഞാലും രാജാവിന്റെ മുത്തശ്ശിയല്ലേ ഇത്, കേൾക്കാതെ വേറെ നിവർത്തിയില്ല. മുത്തശ്ശി പറഞ്ഞെന്ന് വെച്ചാല് ബാക്കിയുള്ള കുക്കിന്റെ കൂടെ ഹീറോയിൻ തോറ്റ ഹീറോയിന്റെ കൈ വെട്ടുമെന്നാണ്. എന്നാൽ ഹീറോയിന്റെ കൂടെ ബാക്കിയുള്ള കുക്ക് തോറ്റ കുക്കിന്റെ കൈ വെട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതിപ്പോ ഹീറോയിന്റെ കൈ മാത്രമേ വെട്ടത്തുള്ളൂ. മറ്റേ രാജകുമാരിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും ഹീറോയിൻ ഇട്ട് പണി കൊടുക്കാൻ നിന്നില്ലേ. കട്ട് ചെയ്താൽ ഹീറോനെയാണ് കാണിക്കുന്നത്. രാജാവ് അവിടെ ഇരിക്കുമ്പോൾ വേറൊരു അടിയാള് കൊണ്ടുവന്ന് ഒരു ലെറ്റർ കൊടുക്കും. അത് അയച്ചതാവട്ടെ മറ്റേ മുടിയനാണ്. മുടിയൻ അതിനെപ്പറ്റി അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആ സെക്രട്ടറി അങ്ങോട്ട് കയറി വന്നിട്ട് ഹീറോയിന്റെ കാര്യം പറയും. അതായത് മുത്തശ്ശി മത്സരം നടത്താൻ പോവാണ്, അതിനകത്ത് തോറ്റ ഹീറോയിന്റെ കൈ വെട്ടിക്കളയുമെന്ന്. ഹീറോ ടെൻഷനായിട്ട് നേരെ മുത്തശ്ശി ചെന്ന് കാണാൻ പോകും. മുത്തശ്ശിക്ക് ഫുഡ് അത്ര ഇഷ്ടമൊന്നുമല്ല, കുറച്ചൊക്കെ ഫുഡ് കഴിക്കത്തുള്ളൂ. പിന്നെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവത്തില്ല. ഈ സമയം അവിടെ ഭയങ്കര പ്രിപ്പറേഷൻ, ഓരോ ആൾക്കാരും ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുക്കിങ്ങിന് വേണ്ടിയിട്ട്. അവിടെ തന്നെ മത്സരിക്കാനായിട്ട് വേറെ കുറെ കുക്കും ഉണ്ട്. ഹീറോയിൻ എന്തായാലും ജയിക്കുമെന്ന് നമുക്കറിയാലോ, അവൾ അത്രയും സ്കില്ലുള്ള ഒരു പെൺകുട്ടി
കുട്ടിയാണ്. ഈ മത്സരം നടക്കുന്ന സ്ഥലത്തോട്ട് തന്നെ ഹീറോ വരും. മുത്തശ്ശി ഹീറോനെ കാണാനായിട്ട് താഴോട്ടിറങ്ങി വരും. എന്താ മുത്തശ്ശി, മത്സരമൊക്കെ നടത്തുവാണെന്ന് കേട്ടല്ലോ, ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. ഇതിന്റെ ആവശ്യമുണ്ട്, എന്റെ കൊച്ചുമോന് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്ന ഒരു കുക്കിനെയല്ലേ നമുക്ക് ആവശ്യമെന്ന് ചോദിക്കും. എന്നാ പിന്നെ നമുക്ക് ഈ കോമ്പറ്റീഷൻ ഒന്നും കൂടെ അടിപൊളിയാക്കിയാലോ? മുത്തശ്ശി പറഞ്ഞിരുന്നത് ഹീറോയിന്റെ കൈ മാത്രം വെട്ടുമെന്നല്ലേ. എന്നാ പിന്നെ ഹീറോയിൻ ജയിച്ചിട്ട് ബാക്കിയുള്ള കുക്കുകൾ തോക്കുവാണെങ്കിൽ അവന്മാരുടെ കൈ കൂടെ വെട്ടണം. എന്താ മുത്തശ്ശി, അതിന് സമ്മതമാണോ? മുത്തശ്ശി ആദ്യം ഒന്ന് സ്റ്റക്കായി നിൽക്കെങ്കിലും അതിന് സമ്മതിക്കും. സമ്മതമാണെന്ന് പറയും. ബാക്കിയുള്ള കുക്കുകളൊക്കെ പേടിക്കുന്നുണ്ട്, ഇനി കൈ പോയാലോ? എന്തായാലും പോവും, അത് വേറെ കാര്യം. കാരണം ഹീറോയിൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അവള് ഫ്യൂച്ചറിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പഴയ കാലത്തെ ആൾക്കാർ നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ബാക്കിലാണ്. നമ്മുടെ ടീംസ്, അതായത് രാജാവും മുത്തശ്ശിയും രാജകുമാരിയും എല്ലാവരും കൂടെ സ്റ്റേജിൽ പോയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെയൊക്കെ വെയിലത്ത് നിർത്തിയേക്കാണ്. പിന്നെ വലിയൊരു വാൾ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഭയങ്കര മുതുക്ക് വാള് കൈവെട്ടാനായിട്ട്. ഒറ്റ വെട്ടിന് തുണ്ടായി പോവും. കാരണം ഒന്ന് കത്തിക്ക് അത്രയും വെയിറ്റ് ഉണ്ട്. ഒന്ന് ആഞ്ഞ് പവർ പോലും കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് തറയിലോട്ട് ഇട്ടാൽ മതി. അതിന്റെ വെയിറ്റ് കാരണം അത്രയും പവർ കിട്ടിക്കോളും. ആ ഫോഴ്സിൽ അത് വന്ന് അടിച്ചോളും. ഹീറോ സ്റ്റേജിൽ ഇരുന്നിട്ട് ഹീറോയിനെ നോക്കിയിട്ട് മനസ്സിൽ കരുതും, നീ ഫ്യൂച്ചറിൽ നിന്ന് വന്നെയാണെങ്കിൽ എല്ലാവർക്കും കാണിച്ചു കൊടു, നിന്നെ കൊണ്ട് ജയിക്കാൻ പറ്റും, പുതിയൊരു ഡിഷ് ഉണ്ടാക്കി കാണിച്ചു കൊടു. ഇതും കാണിച്ചുകൊണ്ട് 3-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.